എന്താണ് പ്രൈസ് ഫ്ലോർ? പ്ലസ് ടു എക്കണോമിക്സിന്റെ 5ാമത്തെ ചാപ്റ്റർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്നും നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ് പ്രൈസ് ഫ്ലോർ എന്താണെന്നുള്ളത്. നിങ്ങൾക്കായി വളരെ ഡീറ്റെയിൽ ആയി എന്നാൽ വളരെ സിമ്പിളായി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യാം. നേരെ വീഡിയോയിലേക്ക്. പ്രൈസ് ഫ്ലോർ എന്താണ്? പ്രൈസ് ഫ്ലോർ അല്ലെങ്കിൽ തറവില എന്ന് പറയുന്നത്, മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങളുടെ വില ഒരുപാട് കുറഞ്ഞു പോകുമ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ, അതായത് കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തൊഴിലാളികളുടെ സേവനങ്ങൾക്കും ഗവൺമെൻറ് നിശ്ചയിക്കുന്ന മിനിമം വിലയാണ് പ്രൈസ് ഫ്ലോർ അഥവാ തറവില എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങളുടെ വില ഒരുപാട് കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ അവിടെ എന്താണ്? പ്രൊഡ്യൂസേഴ്സിൻ്റെ, അതായത് കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തൊഴിലാളികളുടെ സേവനങ്ങൾക്കും ഗവൺമെൻറ് നിശ്ചയിക്കുന്ന മിനിമം വിലയാണ് പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. ഉൽപ്പന്നങ്ങളുടെ വില ഒരുപാട് കുറഞ്ഞു പോകുമ്പോൾ കർഷകർ അവരുടെ കാർഷിക ഉൽപ്പാദനത്തിൽ എടുത്ത ഒരു എഫേർട്ടിനനുസരിച്ചുള്ള ഒരു വില കിട്ടാതെ വരുന്നു, അല്ലേ? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഒരു മിനിമം വില നിശ്ചയിക്കുന്നത്. അതിനെയാണ് പ്രൈസ് ഫ്ലോർ അല്ലെങ്കിൽ തറവില എന്ന് പറയുന്നത്. പ്രൈസ് ഫ്ലോർ എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസിന് മുകളിലായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? ഇക്വിലിബ്രിയം പ്രൈസ് കർഷകർക്ക് ന്യായമായ ഒരു വില നൽകുന്നില്ല. അതുകൊണ്ടാണ് ഗവൺമെൻറ് എന്താണ് ഒരു മിനിമം വില വയ്ക്കുന്നത്. അതെപ്പോഴും എന്തായിരിക്കും? ഇക്വിലിബ്രിയം പ്രൈസിന് മുകളിലായിരിക്കുകയും ചെയ്യും, അല്ലേ? അതുപോലെ തന്നെ ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചു കഴിഞ്ഞു, അതായത് തറവില നിശ്ചയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ന്യായമായ വില എന്താണ് കർഷകർക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കർഷകർ ഉൽപ്പാദനം നടത്തുകയും ചെയ്യുന്നു. മാർക്കറ്റിൽ അങ്ങനെ എന്താണ് സപ്ലൈ കൂടുകയും ചെയ്യുന്നു. ഇത് എക്സസ് സപ്ലൈക്ക് കാരണമാവുകയും ചെയ്യുന്നു, അല്ലേ? അപ്പോൾ കർഷകർക്ക് ന്യായമായ ഒരു തുക ലഭിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് കർഷകർ കൂടുതൽ കർഷകർ ഉൽപ്പാദനം നടത്തുന്നു. അപ്പോൾ ഒരുപാട് ഉൽപ്പാദനമാകും, അതായത് ഒരുപാട് സപ്ലൈ ആകുമ്പോൾ മാർക്കറ്റിൽ എന്താവുന്നു? എക്സസ് സപ്ലൈക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇവിടെ തറവിലയിൽ, അതായത് ഫ്ലോർ പ്രൈസ് ഗവൺമെൻറ് ചുമത്തുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക്, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിനും അതുപോലെ തന്നെ തൊഴിലാളികളുടെ മിനിമം വേതനത്തിലുമായിരിക്കും പ്രൈസ് ഫ്ലോർ ഗവൺമെൻറ് നിശ്ചയിക്കുന്നത്. പ്രൈസ് ഫ്ലോറുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് നമുക്ക് പഠിക്കാനുണ്ട്, നോക്കാം. ഗ്രാഫ് ഇതാണ്. എക്സ് വൈ ആക്സിസ് നമ്മൾ വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റിയും, അതായത് അളവും, വൈ ആക്സിസിൽ നമ്മൾ പ്രൈസ് തുകയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം റെഡ് കളറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് സപ്ലൈ ആണ്. അതുപോലെ തന്നെ ഗ്രീൻ കളറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇവിടുത്തെ ഡിമാൻഡുമാണ്. ഈ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആകുന്ന ആ പോയിൻ്റാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. അത് നമ്മൾ ഇ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇക്വിലിബ്രിയം. അതിനുശേഷം നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്നും പ്രൈസിലേക്ക് നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അത് P0 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇക്വിലിബ്രിയം പോയിന്റിലുള്ള പ്രൈസാണത്, അല്ലേ? അപ്പോൾ അതെന്താണ്? ഇക്വിലിബ്രിയം പ്രൈസാണ്. അതുപോലെ തന്നെ ഇ എന്ന പോയിന്റിൽ നിന്നും നമ്മൾ എക്സ് ആക്സിസിലോട്ട് നേരെ ഒരു ലൈൻ വരച്ചിരിക്കുന്നുണ്ടോ? അതാണ് Q0 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്വിലിബ്രിയത്തിലുള്ള ക്വാണ്ടിറ്റിയാണത്, അല്ലേ? അത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം പ്രൈസ് ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? കർഷകർക്ക് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരു മിനിമം വില നിശ്ചയിക്കുന്നു. അതിനെയാണ് പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ മുകളിലായിരിക്കും പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്, അല്ലേ? ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ എപ്പോഴും മുകളിലായിരിക്കും എന്ത്? പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. അത് നമ്മൾ PF എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. PF എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ വരയ്ക്കുന്നു. അതെവിടെയാണ് എത്തുന്നത്? സപ്ലൈയിലാണ്, അല്ലേ? നേരെ ആ റെഡ് കളറിൽ എത്തുന്നുണ്ട്. അത് നമ്മുടെ SS എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? സപ്ലൈ ആണ്. അവിടെ നിന്ന് നേരെ താഴോട്ട് നമ്മൾ ക്വാണ്ടിറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന എക്സ് ആക്സിസിലോട്ട് വരയ്ക്കുന്നു. അവിടെ നമ്മൾ എന്താ മാർക്ക് ചെയ്യേണ്ടത്? QF എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, അല്ലേ? അത് അവിടുത്തെ സപ്ലൈ ആണ്, അല്ലേ? അതായത് ആ ഒരു പോയിന്റിലുള്ള ക്വാണ്ടിറ്റിയാണത്. ഓക്കെ, അപ്പോൾ QF എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? അവിടെ സപ്ലൈ തന്നെയാണ്. നമ്മളിവിടെ പ്രൈസ് ഫ്ലോർ, അതായത് PF എന്ന ആ ഒരു ലൈൻ നേരെ വരച്ചപ്പോൾ
ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഡിമാൻഡ് എന്ന് പറയുന്ന ആ ലൈനെ ടച്ച് ചെയ്താണ് പോകുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്, അവിടുന്ന് ആ ഒരു പോയിന്റിൽ നിന്നും നേരെ നമ്മുടെ എക്സ് ആക്സിസിലോട്ട് നമ്മൾ നേരെ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ രേഖപ്പെടുത്തുകയാണ് QF' എന്ന് രേഖപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ ഈ QF' എന്താണ്, അവിടുത്തെ ഡിമാൻഡുമാണ്. ഇവിടെ സപ്ലൈ ഡിമാൻഡിനേക്കാൾ കൂടുതലാണ് അല്ലേ. നമുക്ക് ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. സപ്ലൈ എന്താണ്, ഡിമാൻഡിനേക്കാൾ കൂടുതലാണ്. പ്രൈസ് ഫ്ലോറിൽ നമ്മൾ പറഞ്ഞതാണ്, ഒരു മിനിമം തുക അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുമെന്നൊരു ഉറപ്പ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കർഷകർ എന്താണ്, ഉൽപ്പാദനങ്ങൾ നടത്തുന്നു. മാർക്കറ്റിൽ അതെന്താണ്, ഒരുപാട് സപ്ലൈ എത്തുന്നു, ഒരുപാട് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സപ്ലൈ എന്താണ്, ഡിമാൻഡിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എക്സസ് സപ്ലൈ ഉണ്ടാകുന്നു. ഇവിടെ നമ്മൾ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോർഷനാണ് അല്ലേ, എന്താണിത്, എക്സസ് സപ്ലൈ ആണ് അല്ലേ. കൂടുതൽ സപ്ലൈ ഡിമാൻഡിനേക്കാൾ കൂടുതലാവുന്നതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ എക്സസ് സപ്ലൈ ഉണ്ടാകുന്നു. അപ്പോൾ ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ഉണ്ടാവുകയാണെങ്കിൽ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ അധികമാവുന്നു അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഉൽപ്പന്നത്തിൻ്റെ വില കുറയാൻ കാരണമാവുന്നു. മാർക്കറ്റിൽ ഒരുപാട് ഒരേ ടൈപ്പ് പ്രോഡക്റ്റ് ഒരുപാട് മാർക്കറ്റിൽ എത്തുമ്പോഴെന്താണ്, ആ ഒരു ഉൽപ്പന്നത്തിന് വില കുറയാൻ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് നിശ്ചയിച്ച തറവില, അതായത് പ്രൈസ് ഫ്ലോറിന് താഴെ ഉൽപ്പന്നത്തിൻ്റെ വില പോകാതിരിക്കുന്നതിന് വേണ്ടി മാർക്കറ്റിൽ അധികം വരുന്ന ഉൽപ്പന്നങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും പിന്നീട് മാർക്കറ്റ് വില ഉയരുമ്പോൾ ഗവൺമെൻറ് വിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്, കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതായത് അവർക്ക് നഷ്ടം വരരുത്, അവർക്ക് ന്യായമായ വില അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കണം അല്ലേ. അതിനു വേണ്ടി എന്താണ്, ഗവൺമെൻറ് ഒരു മിനിമം വില നിശ്ചയിക്കുന്നു. ഇതിനെയാണെന്ന് പറയുന്നത് ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത്.